ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ചിക്കൻ പാർട്സ് നമുക്ക് കറി വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചിക്കൻ പാർട്സ് വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൻ്റെ സ്റ്റോറേജ് കൂടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സെറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഫോണൊക്കെ അത്യാവശ്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് കുറേ നാളായല്ലോ, നമുക്ക് കുറേ ദിവസമായിട്ടുണ്ട് ഷോർട്സും ലോങ് വീഡിയോസൊക്കെ മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട്. മടിയാണ് കേസ്, വേറൊന്നുമല്ല, നല്ല മടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അവരുടെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് കാണുമായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ കറി വയ്ക്കാനായിട്ട് ചിക്കൻ പാർട്സൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാത്ത ചിക്കൻ പാർട്സ് ആയിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വാങ്ങുന്നിടത്ത് നല്ല ഇന്ന് കിട്ടിയത് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലീൻ ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങാണ്ട് പോകുന്നു കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയതാണ് എനിക്ക് ചിക്കൻ പാർട്സ് തിന്നാനായിട്ടൊരു കൊതി. എന്താണെന്നറിയില്ല, എനിക്ക് ചിക്കൻ പാർട്സ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തീരെ കണ്ണി പിടിക്കാത്തൊരു ഐറ്റമായിരുന്നു ഇത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് ഇതിലുള്ളത് എന്ന് വിചാരിക്കും കേട്ടോ. ഇത്രയും ടേസ്റ്റായിട്ട് തിന്നാനൊക്കെ ഉള്ളത് എന്താണ്, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല പണിയുള്ളതല്ലേ ഇത്. അപ്പം ഞാൻ വിചാരിക്കും കേട്ടോ, എന്തിനാണ് ഇത് വാങ്ങുന്നത്, ചിക്കൻ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ എനിക്ക് മോളെ പ്രസവിച്ചതിൻ്റെ ശേഷം എനിക്ക് ഇതിനോടുള്ളൊരു ടേസ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടോ. ഒട്ടുമിക്ക നോൺ വെജ് ഐറ്റംസും അല്ലെങ്കിൽ ബിരിയാണി ആയിക്കോട്ടെ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞാൻ കൂടുതലും കഴിക്കാൻ തുടങ്ങിയത് മോളെ പ്രസവിച്ചതിൻ്റെ ശേഷമാട്ടോ. എൻ്റെ ടേസ്റ്റിൽ കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം ഞാൻ ഒരുവിധം എല്ലാ ഫുഡും കഴിക്കും. എനിക്ക് ഇതിനോടൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടോ. നമ്മളെന്തായാലും കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന മസാല തന്നെയാണ് കേട്ടോ ഞാനും യൂസ് ചെയ്യുന്നത്. നമ്മുടെ പൊടി മസാലകളില്ലേ, അതായത് ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പൊടി, ഗരം മസാല, കുറച്ച് വെളുത്തുള്ളി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ നോൺ വെജ് ഐറ്റംസിലൊക്കെ കുക്കറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ എനിക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ സെപ്പറേറ്റ് വേറെ യൂസ് ചെയ്യാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിൽ എല്ലാ മസാലയും കൂടി അടിച്ചിട്ടിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ നമ്മൾ ഈ പൊടികളും പിന്നെ അതിൻ്റെ ഒപ്പം വെളുത്തുള്ളി, ചുവന്നുള്ളി, സബോള, തക്കാളി, പച്ചമുളക്, മല്ലിയില, വേപ്പില എല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടിച്ചെടുത്തിട്ടാണ് ഞാനിതിൽ മിക്സ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വട്ടം ഇങ്ങനെ എളുപ്പപ്പണിക്ക് ചെയ്തതാണ്, എല്ലാം കൈകൊണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മീഷോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു ബോക്സ് ഞാൻ വാങ്ങിക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ടോ ഇത് വാങ്ങി വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ച് പൊടികളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളതിൽ ഫസ്റ്റ് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെച്ചു, പിന്നെ കുറച്ച് ഉപ്പും പൊടി ഇട്ട് വെച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് അടുത്തത് ഇടുക എന്നുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ മഞ്ഞൾപ്പൊടിയുടെ ഡപ്പയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ടായിരുന്നില്ല, അത് വാങ്ങാൻ മറന്നു. സത്യത്തിൽ മാവേലിയിൽ പോയപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു, കുറച്ച് ഐറ്റംസ് ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ഇതിൽ ബോക്സിലാക്കി. പിന്നെ കുറച്ച് ഗരം മസാല ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ചിക്കൻ പാർട്സ് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഈ ബോക്സിലേക്ക് ഇട്ടു. അപ്പം നമ്മൾ ഈ ബോക്സിൻ്റെ ഭാഗത്തോളം കേട്ടോ ഫില്ല് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് കുത്തുമുളകും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുത്തുമുളകും ഉപ്പും പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കേട്ടോ നമ്മളിതിൽ ഫില്ല് ചെയ്തത്. സെൻട്രലത്തെ ബോക്സിൽ ഞാൻ ഒന്നും ഇട്ടില്ല, സ്പൂൺ വെക്കാനായിട്ട് മാറ്റി വെച്ചേട്ടോ. അപ്പം നമ്മൾ ഇത്ര വട്ടത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 വിസിലായപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി സബോളയൊക്കെ വാട്ടാനുള്ള പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വേവ് നോക്കിയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ടിട്ട്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നോൺ വെജ് ഐറ്റംസിന് വെളുത്തുള്ളി, തക്കാളി, സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മല്ലിയില എൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനം സെറ്റാക്കുമ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ മൂക്കടപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്കിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നിർത്തിയിട്ടാട്ടോ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നോൺ വെജ് ഐറ്റം വെക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് വേറെ സെപ്പറേറ്റ് വേറെ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എല്ലാ പ്രാവശ്യം വെക്കുമ്പോൾ ഇങ്ങനെ അല്ല കേട്ടോ വെക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് നമ്മൾ പെരുംജീരകം ചേർക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ 4 വിസിലടിച്ചിട്ട് നമ്മൾ സാധാ മസാല ആക്കുന്ന പോലെ കറിയൊക്കെ കേട്ടോ. അപ്പം നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം എനിക്കങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോളെ പ്രസവിച്ചതിന് ശേഷമായിട്ട് ടേസ്റ്റ് തന്നെ ഒരുപാട് മാറ്റമായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന
ആ അളവാണെങ്കിലും എനിക്ക് എന്താ പറയുക ഫുഡ് കഴിക്കുന്ന ആ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരുപാട് എനിക്ക് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറുപ്പത്തിൽ ഞാൻ വറവ് സാധനങ്ങൾ മാത്രമേ ഞാൻ കഴിക്കുമായിരുന്നുള്ളൂ. അതായത് മിച്ചർ, കൊള്ളിവറവ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ പച്ച പലഹാരങ്ങളില്ലേ, അതായത് നമ്മുടെ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി ഐറ്റംസൊക്കെ ഞാൻ ഒരുപാട്, സത്യം പറഞ്ഞാൽ 7 ദോശ 8 ദോശയൊക്കെ ഞാൻ കഴിക്കും. ഇഡ്ഡലി ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെ ഞാനും അനിയനും മത്സരിച്ചായിരുന്നു കഴിക്കാമെന്ന്. പക്ഷേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ 2 കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. 2 3 അതിൻ്റെ അപ്പുറമൊന്നും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞാൽ മൊത്തത്തിൽ എനിക്കൊരു ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ബൈറ്റ്സ് മോൾ അധികം കഴിക്കില്ല കേട്ടോ. മോൾക്ക് വലിയ താല്പര്യമില്ല. ഹസ്ബൻഡിനും എനിക്കും ഇഷ്ടമാണ്. കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി എനിക്കിഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് വെച്ചെന്ന് കഴിക്കാൻ എനിക്കിഷ്ടമില്ല. അതായത് ഇന്നിപ്പോൾ ചിക്കൻ ബൈറ്റ്സ് വെച്ചു, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷെ നാളെ കേട് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അത് ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, പോർക്ക് ആയിക്കോട്ടെ, എനിക്ക് നാളെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അത് മീൻ കറി ആയിക്കോട്ടെ. പക്ഷെ വെച്ചന്ന് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. പിറ്റേ ദിവസം നമ്മൾ ഓക്കെയാണ്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചടപടയെന്ന് പറഞ്ഞിട്ടോ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഹസ്ബൻഡിന് ജോലിക്ക് പോകാനുണ്ടായിരുന്നു. ആൾക്ക് ജോലിയുടെ കാര്യത്തിനായിട്ട് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ആളപ്പോഴത്തേനും പോയിട്ടോ. പിന്നെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ കറികളൊക്കെ സെറ്റാക്കുന്നത്. ഈ കറിയൊക്കെ സെറ്റാക്കുന്നത് കേട്ടോ. പിന്നെ ഏകദേശം മോള് വരുന്ന ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2:30 ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് കഴിയുമ്പോൾ കേട്ടോ. പിന്നെ മോള് വരുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയതറിഞ്ഞില്ല കേട്ടോ. ഈ നോൺ വെജ് ഐറ്റം മേടിക്കുന്ന ദിവസമൊക്കെ എനിക്ക് എന്താ പറയുക, പണി തീരാത്ത പോലെ കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാവുമെന്ന് വിചാരിക്കുന്നു. സൺഡേ ദിവസങ്ങളിലൊക്കെ എനിക്ക് തീരെ പണി കഴിയാത്ത പോലെ കേട്ടോ. ഒന്നിനും നേരമില്ലാത്ത പോലെയാണ് എനിക്ക് സൺഡേ ദിവസമൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഹസ്ബൻഡ് സൺഡേ ദിവസം ജോലിക്ക് പോകുന്നുണ്ട്. നോൺ വെജ് ഐറ്റംസൊക്കെ മേടിക്കൽ ഭയങ്കരമായിട്ട് കുറവാണ്. അല്ലാത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഇട ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നോൺ വെജ് ഐറ്റം മേടിക്കാറുള്ളത്. അപ്പോൾ പിന്നെ നോൺ വെജ് ഐറ്റം മേടിക്കുന്ന ദിവസത്തിലൊക്കെ എനിക്ക് ഒരുപാട് പണിയുള്ള പോലെ തോന്നും. ഒരുപാട് നേരം പോകുന്ന പോലെ തോന്നും. ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. എങ്ങനെ വന്നാലും 2 3 മണിയാവും കേട്ടോ നോൺ വെജ് ദിവസം. കാരണം നോൺ വെജ് മേടിച്ച് വരുന്ന നേരം എന്ന് പറയുന്നത് അതാണ്. നമ്മളിപ്പോൾ ഒരു 10:30 പോയി നോൺ വെജ് മേടിച്ചു. പിന്നെ അല്ലറ ചില്ലറ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ ചുറ്റി ഇവിടെ ചുറ്റിയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്ക് വീട്ടിലെത്താനുള്ള ടൈം ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ ഫുഡും അതിനനുസരിച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. പിന്നെ ഞാനും ഹസ്ബൻഡും അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഞാനുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ടൈമിനോടും കാര്യങ്ങളോടൊക്കെ ആൾ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല നമുക്ക്. ആൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ആൾക്കറിയാമല്ലോ നമ്മൾ വരുന്ന ടൈമും ഉണ്ടാക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ പണികളൊക്കെ തന്നെ ചടപടാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആ മസാലയിലേക്ക് നമ്മൾ ആ സംഭവം നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നാൽ നമ്മളൊന്ന് വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത്ര ചാറും അല്ല, എന്നാൽ അത്ര ഇതും അല്ലാത്ത പോലെ ആക്കിയെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ സത്യത്തിൽ നല്ല മടിയായിരുന്നു. എനിക്ക് എന്താ പറയുക, വയ്യായിക വന്നതിന് ശേഷം ഭയങ്കര മടിയാട്ടോ. എന്തെനിക്ക് പറ്റിയെന്ന് അറിയില്ല. എന്താ പറയുക, തുടക്കത്തിലൊക്കെ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും എന്നുള്ളൊരു കണക്കിൽ ഞാൻ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടി കയറിയിട്ടുണ്ട്. എന്തിൻ്റെ മടിയാണ്, എന്താ സംഭവം എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തൊക്കെ ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് പറ്റാറില്ല കേട്ടോ. എന്തായാലും ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇത് ഇടുന്നുണ്ട്, പിന്നെ ഒരു ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മോളെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ മോളെ പഠിപ്പിക്കണം. അങ്ങനെ കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെയാണോ ചിക്കൻ പാർട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോ നാട്ടിലും ഇതിന് പല പേരുകളാണ് പറയുക. ചിലവർ ഇതിന് ലിവർ മാങ്ങിയെന്നോ അങ്ങനെ എന്തോ പറയും, നട്ടും ബോൾട്ട് എന്ന് പറയും. അങ്ങനെ ഓരോരോ പേരുകളാണ് ഓരോ നാട്ടിൽ. നമ്മളിവിടെ ഞാൻ കോമൺ ആയിട്ട് ചിക്കൻ പാർട്സ് എന്നാട്ടോ പറയുക. ഓരോ വീട്ടുകാരും ഓരോ പേരുകളാണ് നമ്മുടെ ഇവിടെ തന്നെ പറയാറുള്ളത്. അങ്ങനെ നമ്മളിത് വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ വെക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ നോൺ വെജിൽ. അങ്ങനെ നമ്മൾ ഏറ്റവും റെഡിയാക്കി എടുത്തു. ഇനി കുറച്ച് ചോറുണ്ണണം. പിന്നെ അതുപോലെ തന്നെ മോള് വരാറായി. അപ്പോൾ അവളെ വണ്ടി ഇറങ്ങുന്നിടത്ത് ചെല്ലണം. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുപോകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കുറേ പേര് നമുക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കമൻറ്റ്സ് രൂപത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനലിൽ എന്താ പറയുക 180 തോന്നുന്നു സബ്ബായിട്ട് നിൽക്കുന്നത്. അത്രയും പേർക്ക് ഞാൻ എൻ്റെ എന്താ പറയുക നന്ദി അറിയിക്കുകയാണ്. എന്തായാലും തുടർന്നും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് എൻ്റെ ചാനലിൽ കമൻറ്റ്സ് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടന്മാരും ഉണ്ട്, പക്ഷേ കൂടുതൽ കമൻറ്റ്സ് ചെയ്യുന്ന 1 2 പേരുണ്ട്. ഞാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ചാനലും ഞാൻ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ അവരുടെ വീഡിയോസ്. ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചിലവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുപോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.